കത്തോലിക്ക വിദ്യാർത്ഥിനികളെല്ലാം ഞായറാഴ്ചയും കാറ്റക്കിസത്തിനായിട്ട് വരും. അധ്യാപകർ അവരെ പഠിപ്പിക്കാനുള്ള തീക്ഷ്ണതയിലും വരും. നമ്മുടെ കുട്ടികളെല്ലാവരും വിശ്വാസ പരിശീലനത്തിൽ മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. ആരാണ് ഈ വിശ്വാസ പരിശീലനത്തിൻ്റെ മധ്യസ്ഥൻ? എന്നു മുതലാണ് ഇങ്ങനെ കാറ്റക്കിസം തുടങ്ങിയത്? വിശ്വാസ പരിശീലനത്തിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ ചാൾസ് ബൊറോമിയോയെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ആയിരത്തി 1538 ഇറ്റലിയിൽ ബൊറോമിയോ കുടുംബത്തിലാണ് ചാൾസ് ബൊറോമിയോ ജനിച്ചത്. അപ്പൻ ഗിൽബർട്ട് ബൊറോമിയോ, അമ്മ മാർഗരറ്റ്. പ്രഭു കുടുംബമായതുകൊണ്ട് രാഷ്ട്രീയമായിട്ടും സഭാപരമായിട്ടും ഒട്ടേറെ രംഗങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് അപ്പൻ. അമ്മ ഭക്തയായൊരു വീട്ടമ്മ. രണ്ടുപേരും മക്കളെ നന്നായിട്ട് വളർത്തി. 6 മക്കളാണ് ഇവർക്കുള്ളത്. 6 മക്കളിൽ രണ്ടാമനാണ് ചാൾസ് ബൊറോമിയോ. ദൈവസ്നേഹത്തിൽ വളർത്തുവാനായിട്ട് ഈ അമ്മ വളരെയേറെ പരിശ്രമിക്കാറുണ്ട്. അമ്മ അടുത്തിരുത്തി വൈകുന്നേരം പ്രാർത്ഥനാ സമയങ്ങളിൽ കഥകൾ പറയും, ബൈബിളിലെ കഥകൾ പറയും, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നല്ല കാര്യങ്ങൾ പറയും. അങ്ങനെ പ്രഭു കുടുംബത്തിലും ഉന്നത കുലത്തിലുമാണ് ഇവർ ജീവിക്കുന്നതെങ്കിലും ഈശോയോടുള്ള അദമ്യമായ സ്നേഹം, ഭക്തി ജീവിതം ഇവരുടെ ഒരു ജീവിതചര്യയാണ്. അതുകൊണ്ട് തന്നെ എത്രയേറെ സമ്പത്തും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടായാലും മകനായ ചാൾസ് ബൊറോമിയോയ്ക്ക് അതിനേക്കാൾ ഇൻട്രസ്റ്റ് ആത്മാവിൽ എവിടെയോ ഉന്നതങ്ങളിലേക്ക് എത്തണം. ഇതൊന്നുമല്ല ഈ കാണുന്ന ഇങ്ങനെ ഇത്രയും സന്തോഷത്തിലും അല്ലെങ്കിൽ ഇത്ര അടിപൊളി ജീവിതമൊന്നുമല്ല. അടിപൊളി ജീവിതം നയിക്കുമ്പോഴും അതിനേക്കാൾ അപ്പുറം എന്തോ അർത്ഥമുള്ളത് എന്തോ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ചാൾസ് ബൊറോമിയോയുടെ മനസ്സിൽ എപ്പോഴും ഉള്ളതുപോലെ തോന്നും അവൻ്റെ പെരുമാറ്റങ്ങൾ കണ്ടാൽ. പാവിയായിലെ സ്കൂളിലാണ് വിദ്യാഭ്യാസം നടന്നത്. പഠിക്കുമ്പോൾ ഒരു പ്രത്യേകത, സംസാരിക്കുമ്പോൾ അല്പം വെക്കുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ പഠനത്തിലും കാര്യങ്ങളെല്ലാം ഗ്രഹിക്കുന്നതിലും വളരെയേറെ മുൻപന്തിയിലാണ്. ചാൾസ് ബൊറോമിയോ തൻ്റെ 12-ാം വയസ്സിൽ ടോൺഷർ സ്വീകരിച്ചു. ടോൺഷർ എന്ന് പറഞ്ഞാൽ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നതിന് തുല്യമായിട്ടും ആധ്യാത്മികമായ ജീവിതത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടും തലമുടി മുകളിൽ നിന്ന് വട്ടത്തിൽ മുറിക്കുന്ന വിശുദ്ധരുടെയൊക്കെ ചിത്രത്തിൽ നമ്മൾ കാണുന്നതാണ്. അങ്ങനെ മുകളിൽ മുടി കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വട്ടത്തിൽ വടിച്ചു കളയുന്നതിനെയാണ് പറയുക ടോൺഷർ. ഒത്തിരിയേറെ സ്നേഹിച്ച അമ്മ ഇവരുടെ ചെറുപ്രായത്തിൽ തന്നെ ഇവരെ വിട്ടുപോവുകയാണ്. പിന്നീട് അപ്പൻ്റെ സംരക്ഷണയിൽ രണ്ടാനമ്മയുടെ സ്നേഹത്തിൻ തണലിൽ ഇവർ വളർന്നു വന്നു, പഠിച്ചു മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് അപ്പനും ഇവൻ്റെ 16-ാം വയസ്സിൽ 1554 അപ്പനും ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. അപ്പൻ തൻ്റെ കുടുംബത്തിൽ നിന്ന് പോയപ്പോൾ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം തനിക്കുള്ളതുപോലെ എല്ലാവരും തന്നെ നോക്കുന്നത് പോലെ. ചാൾസ് ബൊറോമിയോ 2ാമത്തെ മകനാണ്, മൂത്ത വേറെ മകനുണ്ട്. എങ്കിലും കാര്യപ്രാപ്തിയൊക്കെ നോക്കിയപ്പോഴോ എന്തുകൊണ്ടോ ചാൾസ് ബൊറോമിയോ ലക്ഷ്യം വയ്ക്കുന്നത് പോലെ. അതുകൊണ്ട് പിന്നീടുള്ള പഠനകാലഘട്ടങ്ങളിൽ കുടുംബത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും, കുടുംബത്തിന് കുറേയേറെ സ്വത്ത് കാര്യങ്ങൾ, കുറേയേറെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ചു നോക്കി. ഒപ്പം തന്നെ തൻ്റെ പഠനവും മുന്നോട്ട് പോയി. സിവിലും കാനൻ ലോയും പഠിച്ചു, അതിൽ ഡോക്ടറേറ്റ് നേടി. ഈ കാലഘട്ടത്തിൽ തൻ്റെ അമ്മയുടെ ആങ്ങള ഫാദർ ജിയോവാനി മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. പയസ് 4-ാമൻ എന്ന പേരിൽ മാർപ്പാപ്പയായിട്ട് സ്ഥാനാരോഹണം ചെയ്യപ്പെടുന്നു. തൻ്റെ മാർപ്പാപ്പ റോമിലേക്ക് പോയപ്പോൾ ചാൾസ് ബൊറോമിയോ നന്നായിട്ട് അറിയാം, അവൻ്റെ കഴിവുകൾ അറിയാം, അവൻ്റെ ടേസ്റ്റ് എന്താണെന്നറിയാം. യുവാവായ ചാൾസ് ബൊറോമിയോയെ റോമിലേക്ക് വിളിച്ചു. ചാൾസ് ബൊറോമിയോ റോമിലേക്ക് പോയി. അന്നത്തെ കാലഘട്ടത്തിൽ വൈദികനാകണമെന്നില്ല, അല്ലാതെ തന്നെ ഡീക്കൻ പദവി അൽമായർക്ക് കൊടുക്കും. അതുകൊണ്ട് സഭയുടെ ഭരണകാര്യങ്ങൾ, രാഷ്ട്രത്തിൻ്റെ ഭരണകാര്യങ്ങൾ, വലിയൊരു ഉത്തരവാദിത്തം നിർവഹിക്കത്തക്ക വിധത്തിലുള്ള ഒരു പൊസിഷൻ, പ്രോട്ടോ നോട്ടറി എന്നുള്ള വലിയ പൊസിഷൻ, അതായത് ഒരു അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ പോലെ ആ ഒരു പൊസിഷനിലേക്ക് അവൻ ഉയർത്തുകയാണ്. അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. എന്നിട്ട് പറഞ്ഞു, ഇവിടെയുള്ള എല്ലാ അപ്പസ്റ്റോളിക് സംരംഭങ്ങളുടെ കാര്യങ്ങൾ നോക്കണം, മറ്റുള്ള എല്ലാ സഭവക രാഷ്ട്രീയ വക എല്ലാ സംരംഭങ്ങളുടെയും കാര്യങ്ങൾ നോക്കണം, സന്യാസ സഭകളുടെ കാര്യങ്ങൾ നോക്കണം,
അങ്ങനെ പറഞ്ഞ എല്ലാ മേഖലകളിലേക്കും ഉള്ള ഒരു ഉത്തരവാദിത്തം ചാൾസ് ബൊറോമിയെ ഏൽപ്പിക്കുകയാണ്. എല്ലാം വളരെ ഉത്തരവാദിത്തത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്നു ചാൾസ് ബൊറോമിയ. ആദ്യം തന്നെ ചെയ്തത് അവിടെ റോമൻ കൂരിയയിലുള്ള അവിടെ എല്ലാം ഒരു ഓർഡറാക്കി. അവിടേക്ക് വരുന്ന എല്ലാവരും ഒഫീഷ്യലായിട്ട് ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് വരണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ചാൾസ് ബൊറോമിയ. എല്ലാവരും ഒരേപോലെ വരണം, ആ ഒരു ഡ്രസ്സ് ഇടണമെന്ന് തീരുമാനിച്ചത്, അഭിപ്രായം പറഞ്ഞത് ചാൾസ് ബൊറോമിയയാണ്. ഒപ്പം തന്നെ ചാൾസ് ബൊറോമിയ ഒത്തിരിയേറെ സ്ഥാപനങ്ങൾക്ക് അവിടെ ആരംഭം കുറിച്ചു. കോളേജുകൾ, സെമിനറികൾ, അവിടെയുള്ള ആഠിത്യമുള്ളതും പാണ്ഡിത്യമുള്ളതുമായ വിദ്യാർത്ഥികൾക്ക് പഠിക്കത്തക്ക വിധത്തിൽ സ്വഭാവ രൂപവൽക്കരണം നടക്കത്തക്ക വിധത്തിലുള്ള വിവിധ കോളേജുകൾ അവിടെ സ്ഥാപിച്ചു. ആ കോളേജുകൾ ഇപ്പോഴും ചാൾസ് ബൊറോമിയയുടെ പേരിൽ ഇപ്പോഴും അവിടെ നടത്തപ്പെടുന്നുണ്ട്. വളരെ കാര്യക്ഷമമായി തന്നെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് തൻ്റെ ചേട്ടൻ, കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്വത്തോടെ ചെയ്തിരുന്ന തൻ്റെ ചേട്ടൻ പെട്ടെന്ന് മരണപ്പെടുകയാണ്. അതോടുകൂടി എല്ലാ കാര്യങ്ങളും ആകെ പ്രതിസന്ധിയിലായി. കുടുംബാംഗങ്ങൾ പറഞ്ഞു, നമുക്ക് ഒത്തിരിയേറെ സ്വത്തുണ്ട്, ഇനി ഈ സ്വത്തിന് മറ്റൊരു അവകാശി ഇല്ല, അതുകൊണ്ട് നീ കുടുംബത്തിലേക്ക് വന്ന് വിവാഹം കഴിച്ച് കുടുംബകാര്യങ്ങൾ ചെയ്യണം, ഈ സ്വത്തിൻ്റെ എല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നാണ് കുടുംബാംഗങ്ങളായ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പറയുന്നത് എന്ന് ചാൾസ് ബൊറോമിയോട് പറഞ്ഞു. ചാൾസ് ബൊറോമിയോ പറഞ്ഞു, ഞാൻ തീരുമാനിക്കട്ടെ എന്താ വേണ്ടതെന്ന്, ഏത് ജീവിതം വേണമെന്ന് ഞാൻ തീരുമാനിക്കാം, ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി വ്യക്തമായിട്ടൊരു തീരുമാനം ചാൾസ് ബൊറോമിയോ എടുക്കുകയാണ്. ഞാൻ എന്തായാലും ഒരു പുരോഹിത വിളിയിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാനൊരു കാര്യം ചെയ്യാം, നമ്മുടെ അങ്കിളിന് നമ്മുടെ ഈ സ്വത്തെല്ലാം നോക്കാനുള്ള ഒരവകാശം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കുടുംബത്തിലെ ഒരു മുതിർന്ന വ്യക്തിയെ തന്നെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ച് പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാമെന്ന് തീരുമാനമെടുക്കുന്നു. അങ്ങനെ 1563 പൗരോഹിത്യം സ്വീകരിച്ചു. ചാൾസ് ബൊറോമിയോ പട്ടം സ്വീകരിച്ച് പുത്തൻ കുർബാനയ്ക്ക് വിശുദ്ധ പത്രോസ്ലീഹായുടെ ആദ്യത്തെ സഭാതലവനായ ആദ്യത്തെ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസ്ലീഹായുടെ ചൈതന്യത്തോടെ വിശുദ്ധ പത്രോസ്ലീഹായോടുള്ള ആദരവിൽ അർപ്പിച്ചുവെന്നാണ് പറയുക. അതുകൊണ്ടായിരിക്കാം സഭ ഇത്രമാത്രം സഭയുടെ കാര്യങ്ങളിൽ ഇടപെടാൻ തമ്പുരാൻ വിശുദ്ധ ചാൾസ് ബൊറോമിയോയെ ഉപയോഗിച്ചത്. ചാൾസ് ബൊറോമിയോ ഓരോ ദിവസവും കുർബാന അർപ്പിക്കുന്നതിന് മുൻപ് കുമ്പസാരിച്ചിരുന്നു. ഡെയിലി കുമ്പസാരിച്ചിട്ടേ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് ബലിപീഠത്തിലേക്ക് പോയിരുന്നുള്ളൂ. പൗരോഹിത്യം സ്വീകരിച്ച ഉടനെ തന്നെ മിലാൻ രൂപതയുടെ മെത്രാനായിട്ട് മാർപ്പാപ്പ അദ്ദേഹത്തെ ചാൾസ് ബൊറോമിയോയെ സ്ഥാനാരോഹണം ചെയ്യുകയാണ്. തനിക്ക് ഏൽപ്പിക്കപ്പെട്ട മിലാൻ രൂപതയുടെ പ്രവർത്തനത്തിന് വളരെ തീക്ഷ്ണതയോടെ മുന്നിട്ടിറങ്ങി എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി. ആദ്യം തന്നെ ചെയ്തത് വചനത്തിനും സഭയ്ക്കും എതിരായിട്ട് ഉള്ള ഗാനങ്ങളെ, കലകളെ നിരോധിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ സഭവക കാര്യാലയത്തിൽ നടത്തപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്ന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിരോധിച്ചു. അതുപോലെ തന്നെ എല്ലാവരും വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണം, സഭയിലേക്ക് കൂടുതൽ വരണം, ഈശോ എല്ലാവർക്കും കൊടുക്കണം, സഭാത്മക ജീവിതം കൂടുതൽ ആഴത്തിൽ നടത്തണം എന്നുള്ള ഒരു ബോധ്യം എല്ലാവർക്കും നൽകി. ചാൾസ് ബൊറോമിയോയുടെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കാര്യം ട്രെൻറ്റ് സൂനഹദോസിന് ഒരു 3ാം സ്റ്റെപ്പ് നടത്തിയെന്നാണ്. തെന്ത്രോസ് സൂനഹദോസ് എന്നാണ് അതിന് പറയുക, ട്രെൻറ്റ് സൂനഹദോസ്. ആ ട്രെൻറ്റ് സൂനഹദോസ് 2 സ്റ്റെപ്പിൽ നടന്നിരുന്നു. പല കാര്യങ്ങൾ അങ്ങനെ ചർച്ച ചെയ്ത് വന്നിരുന്നു. ഓരോ കാലഘട്ടങ്ങളിൽ അത് നിന്നുപോയി. അതിന് കാരണം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം അവർ ഒരുക്കി കൊടുത്തില്ല. അതുകൊണ്ട് നടത്താൻ പറ്റിയില്ല. 1ാം തെന്ത്രോസ് സൂനഹദോസിൽ കൂദാശകളിൽ ആദ്യത്തെ 2 കൂദാശകളെക്കുറിച്ചാണ് ചിന്തിച്ചത്. പിന്നീട് 2ാം തെന്ത്രോസ് സൂനഹദോസിൽ തുടർന്ന് കുർബാന, കുമ്പസാരം, രോഗീലേപനം എന്നീ കൂദാശകളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കലായിരുന്നു. അത്രയും വരെ എത്തിയപ്പോഴത്തേക്കും അത് നിന്നുപോയി. അപ്പോൾ സഭയുടെ വലിയൊരു ആവശ്യമാണ് ഇത് പുനരാരംഭിക്കണം, ഇത് തുടരണം. തെന്ത്രോസ് സൂനഹദോസ് പുനരാരംഭിക്കാൻ വേണ്ടിയിട്ട് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തത് ചാൾസ് ബൊറോമിയോയാണ്. ലോകം മുഴുവൻ അറിയപ്പെടുന്നു, വിശ്വപ്രസിദ്ധമാണ്. കത്തോലിക്ക സഭയിൽ വളരെയേറെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു ടൈമാണത്. അതിലെ മുഖ്യ വിഷയമായിരുന്നത് വിശുദ്ധ കുർബാന, തിരുപ്പട്ടം, വിവാഹം എന്നീ കാര്യങ്ങളാണ്. ഒപ്പം തന്നെ ആ കാലഘട്ടങ്ങളിൽ
വിശ്വാസത്തിൻ്റെ വിഷയങ്ങളായിട്ട് എടുക്കേണ്ടത് ഏതെല്ലാമാണെന്നുള്ളത് വ്യക്തമാക്കി കൊടുത്തു. കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണം, അതുപോലെ തന്നെ മരണാനന്തര ജീവിതം, ദണ്ഡവിമോചനം, ആഴത്തിലുള്ള ക്രിസ്തീയ ജീവിതം, സ്വർഗസ്ഥനായ പിതാവെ ആഴത്തിലെങ്ങനെ ചിന്തിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമായിട്ട് പഠിക്കണം എന്ന് എല്ലാ സഭാമക്കളെയും ചാൾസ് ബൊറോമിയോ ഉദ്ബോധിപ്പിച്ചു. ഏതൊക്കെ വിഷയങ്ങൾ പഠിക്കണം എന്നൊക്കെ. ഈ കാലഘട്ടത്തിൽ ചാൾസ് ബൊറോമിയോയ്ക്ക് മനസ്സിലായി കുട്ടികൾക്ക് വിശ്വാസ പരിശീലനം ലഭിക്കുന്ന, സിസ്റ്റമാറ്റിക്കായിട്ട് ലഭിക്കുന്ന ഒരു അവസരം ഇപ്പോൾ നിലവിലില്ല. എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പറയും, എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നേ ഉള്ളൂ. ഈ ഇപ്പോഴത്തെ തലമുറ വളർന്നു വരണമെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു വിശ്വാസം പരിശീലന ക്രമം രൂപവൽക്കരിക്കണം എന്ന് പരിശുദ്ധാത്മാവ് ചാൾസ് ബൊറോമിയോയെ തോന്നിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഓരോ പ്രായത്തിലുള്ള കുട്ടികൾക്കും ഏതെല്ലാം വിദ്യാഭ്യാസം കൊടുക്കണം, ഏത് തരത്തിലുള്ള വിശ്വാസ പരിശീലനം കൊടുക്കണമെന്ന് അവർ ചർച്ച ചെയ്ത് അതിനൊരു സിലബസ് ഉണ്ടാക്കി ക്ലാസ്സുകൾ എങ്ങനെയൊക്കെ തിരിക്കണമെന്ന് അവർ തീരുമാനിച്ചിട്ട് ടൈമും അവർ തീരുമാനിച്ചു. അതിന് പ്രകാരം എല്ലാ ഞായറാഴ്ചകളിലും കൃത്യസമയത്ത് എല്ലാ ഇടവകകളിലും കുട്ടികൾക്ക് വിശ്വാസ പരിശീലനം നൽകണം എന്ന് ഉറപ്പിച്ചു. അതിനുവേണ്ട സിലബസും ക്രമീകരിച്ചു. അതിനുവേണ്ടി ടീച്ചേഴ്സിനെ ഒരുക്കണം. ഏതൊക്കെ ടീച്ചേഴ്സിനെ എടുക്കണം, എങ്ങനെയൊക്കെ എടുക്കണം, അവർക്ക് എങ്ങനെയൊക്കെ പ്രാക്ടീസ് കൊടുക്കണം. അപ്പോൾ അവർ തീരുമാനിച്ചു നമുക്ക് അൽമായരെ എടുക്കാം, അവരിലൂടെ ജനത്തെ പഠിപ്പിക്കാം, കുട്ടികളെ പഠിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. അവർക്ക് വേണ്ടതായിട്ടുള്ള പരിശീലന ക്ലാസ്സുകളും രൂപീകരിച്ചു. ഒപ്പം തന്നെ യുവജനങ്ങൾക്കും വിശ്വാസ പരിശീലനം നൽകാൻ വേണ്ട സമയത്തെ ക്രമീകരിച്ചു. മാത്രമല്ല മുതിർന്നവർക്ക്, അന്നകാലത്ത് മുതിർന്നവർക്ക് എല്ലാ ഞായറാഴ്ചകളിലും ഉച്ച കഴിഞ്ഞാണ് വിശ്വാസ പരിശീലനം നൽകിയിരുന്നത്. അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയെന്നോണമാകാം ഇപ്പോൾ കുടുംബ സമ്മേളനങ്ങളും നമുക്ക് കിട്ടിയ വിശ്വാസ കാര്യങ്ങളെല്ലാം നമ്മൾ കുടുംബത്തിൽ, സമൂഹത്തിൽ, ഇടവകയിലൊക്കെ വീണ്ടും നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യുകയും പങ്കുവയ്ക്കുകയും വളരുകയും ചെയ്യുന്നത്. ഇങ്ങനെ വിശ്വാസ പരിശീലനത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ഒരു ക്രമം കൊടുത്തത് വിശുദ്ധ ചാൾസ് ബൊറോമിയോ ആയതുകൊണ്ടാണ് വിശ്വാസ പരിശീലനത്തിൻ്റെ മധ്യസ്ഥനായിട്ട് വിശുദ്ധ ചാൾസ് ബൊറോമിയോ അറിയപ്പെടുന്നത്. ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരിയേറെ പുതിയ പുതിയ കാര്യങ്ങൾ അവിടെ കൊണ്ടുവന്നു. എന്ത് ചെയ്യുമ്പോഴും ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് ചാൾസ് ബൊറോമിയോ ചെയ്യുക. ചിലപ്പം ഇങ്ങനെ നമ്മൾ ചരിത്രത്തിൽ വായിക്കും, ചിലപ്പോൾ 8 മണിക്കൂറൊക്കെ തിരുസന്നിധിയിൽ നിന്ന് ശക്തി ആർജിച്ച് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നൊക്കെ പരിശുദ്ധാത്മാവിൽ നിന്ന് സ്വരം സ്വീകരിച്ചിട്ടാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക. പക്ഷെ അപ്പോഴും ചിലപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് സപ്പോർട്ട് എല്ലാവരുടെയും കിട്ടിയെന്ന് വരില്ല. ഒരിക്കൽ ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, നിങ്ങളെന്നെ മനസ്സിലാക്കുന്നില്ല, നിങ്ങൾക്കെന്നെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചാൾസ് ബൊറോമിയോ. ചാൾസ് ബൊറോമിയോയോട് നേരത്തെ ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ട്, ഒരു ഇഷ്ടക്കേട് കാണിച്ചിട്ടുണ്ട്. ഒരു ദിവസം പെട്ടെന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന ചാൾസ് ബൊറോമിയോയുടെ പിന്നിലൂടെ വന്ന് തോക്കുകൊണ്ട് വെടിവെച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ ദൈവം സംരക്ഷണം നൽകി. വെടിയുണ്ട ശരീരത്തിലേക്ക് കയറാതെ തെന്നി മാറിപ്പോയി, അങ്ങനെ രക്ഷപ്പെട്ടു. ആ വ്യക്തിയോട് ചാൾസ് ബൊറോമിയോ ആഴമായിട്ട് ക്ഷമിച്ചു. ആ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ നാട്ടിൽ നടന്നു വന്നിരുന്നു. വലിയൊരു ക്ഷാമകാലഘട്ടമുണ്ടായി. അതിനെ തുടർന്ന് ഒരു പ്ലേഗ് ബാധയുടെ കാലഘട്ടമുണ്ടായി. ഈ സമയങ്ങളിലെല്ലാം ജനങ്ങൾ വളരെയേറെ കഷ്ടപ്പെട്ടു, പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ചാൾസ് ബൊറോമിയോ തനിക്ക് ഒത്തിരിയേറെ സമ്പത്തുണ്ടെങ്കിലും തൻ്റെ ജീവിതം വളരെ ലളിതമാണ്. തനിക്ക് ആവശ്യമായത് മാത്രമേ ഉപയോഗിക്കൂ. വളരെ സിമ്പിളായിട്ടുള്ള ലൈഫാണ് നയിക്കുന്നത്. പക്ഷേ ഈ വേദനിക്കുന്ന ജനങ്ങളുടെ വേദന കാണുന്ന വലിയൊരു മനസ്സ് ചാൾസ് ബൊറോമിയോയ്ക്കുണ്ട്. ഈ രോഗവും ഈ ക്ഷാമകാലമൊക്കെ വന്നപ്പോൾ തൻ്റെ രൂപതയാണ് താൻ മുൻകൈയെടുത്തിട്ടാണ് ജനങ്ങൾക്കില്ലാത്ത, ഭക്ഷിക്കാനില്ലാത്തവർക്കെല്ലാം കൊടുത്തു. രൂപതയിലും തനിക്കുള്ളതും തൻ്റെ പേരിൽ തൻ്റെ കുടുംബസ്വത്തും എല്ലാം ഇവർക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചു. ചിലപ്പോൾ 70,000 പേർക്കൊക്കെ ഇവർ ഭക്ഷണം കൊടുക്കേണ്ടി വരും ഒരു ദിവസം എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ ക്രൈസിസ് വന്നപ്പം രാഷ്ട്രത്തെ നയിച്ചിരുന്നവരെല്ലാം പെട്ടെന്ന് അവർ പോയിട്ട് രക്ഷപ്പെട്ടു. അപ്പോഴും ജനത്തെ കൈവിടാതെ അവരുടെ വേദനകളിൽ അവർക്ക് കൂട്ടുനിന്ന് സഹായിച്ചത് ചാൾസ് ബൊറോമിയോയും കൂട്ടരുമാണ്.
പ്ലേഗ് വളരെയധികമായിട്ട് കൂടിയിട്ട് ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ചാൾസ് ബറോമിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുവാനായിട്ട് തീരുമാനിച്ചു. സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സ് അണിഞ്ഞ് കഴുത്തിലൊരു ചരട് കെട്ടി കയറ് കെട്ടിയിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു, കർത്താവ് പീഡ സഹിച്ചതുപോലെ ഞാൻ ഈ നാട്ടിൽ കൂടെ ഈ കുരിശും പിടിച്ച് നടക്കുകയാണ്. അങ്ങനെ വലിയൊരു കുരിശും കയ്യിലേന്തി കുരിശ് തോളിൽ പിടിച്ചുകൊണ്ട് ആ നാട് മുഴുവൻ പ്രാർത്ഥിച്ച് ചാൾസ് ബറോമിയ മുന്നോട്ട് പോയി. കർത്താവേ കരുണയായിരിക്കണമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്നും പറഞ്ഞ് ആ നാട് മുഴുവൻ നടന്നു. കുറച്ച് അധികം നാളുകൾ കഴിയുന്നതിന് മുൻപ്, കുറച്ച് നാളുകൾക്ക് ശേഷം, അധികം വൈകാതെ തന്നെ ആ പ്ലേഗ് അവിടെ പൂർണ്ണമായിട്ടും ഇല്ലാതായി. വീണ്ടും ജനം സാധാരണ ജീവിതത്തിലേക്ക് വന്നു. ഇദ്ദേഹം എപ്പോഴും പറയും, ജനത്തിന് നമ്മെ വായിക്കാൻ പറ്റിയാൽ മാത്രമേ ജനം ദൈവത്തെ വായിക്കൂ, ദൈവസ്നേഹത്തിലേക്ക് വരൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മാതൃകയായിരിക്കണം. അവിടെയുള്ള പുരോഹിതരെയും സന്യസ്തരെയും അൽമായരെയും എല്ലാ സഭാംഗങ്ങളെയും എപ്പോഴും പ്രബുദ്ധരാക്കുന്ന, വലിയ വലിയ പ്രസംഗങ്ങളെല്ലാം നൽകുന്ന, പ്രബോധനങ്ങൾ നൽകുന്ന വ്യക്തിയാണ് വിശുദ്ധ ചാൾസ് ബറോമിയോ. ചാൾസ് ബറോമിയോ പറയും, നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ മുട്ടുകുത്തി നിന്ന് ശക്തി ആർജിച്ചാൽ നാം ഒരിക്കലും തളരുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ തിരിയരുത്. അവിടെയാകണം നമ്മളെപ്പോഴും മുട്ടുമടക്കേണ്ടത്. അങ്ങനെ താൻ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രവർത്തിച്ചു കാണിക്കും. വിശ്വാസ പരിശീലനം നൽകാൻ എല്ലാവരെയും ഉദ്ബോധിപ്പിക്കുന്നവൻ അതിൻ്റെ ശക്തി സ്വന്തം ജീവിതത്തിൽ നിന്ന് കാണിച്ചു കൊടുക്കും. വിശ്വാസത്തിൻ്റെ ശക്തി തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. മാർപ്പാപ്പ ചാൾസ് ബറോമിയെ പ്രത്യേകമായിട്ടുള്ള ദൗത്യമാണ് ഏൽപ്പിച്ചത്. വിശ്വാസ സത്യങ്ങൾക്കനുസൃതമായിട്ട് ആരാധനാക്രമ കാര്യങ്ങളെയെല്ലാം ഒന്നും കൂടി ക്രമവൽക്കരിക്കുക, വിശ്വാസ പരിശീലന രംഗത്ത് എങ്ങനെ വേണമെന്നുള്ള കാര്യങ്ങളും വീണ്ടും ഒന്നും കൂടി ക്രമവൽക്കരിക്കുക. ഈ ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടി ഏറെ ഉത്തരവാദിത്വത്തോടുകൂടി ചാൾസ് ബറോമിയ പ്രവർത്തിച്ചു. മതബോധന ഗ്രന്ഥം രൂപപ്പെടുത്തി. അതിൻ്റെ പേര് ആദ്യമായിട്ട് രൂപപ്പെടുത്തിയ മതബോധന ഗ്രന്ഥത്തിൻ്റെ പേര് കാറ്റക്കിസ്മോസ് റൊമാനൂസ്, അതായത് റോമൻ കാറ്റക്കിസം. അതാണ് ആദ്യമായിട്ട് നിലവിൽ വന്ന ഒരു പുസ്തക രൂപം. ഇതിനകത്ത് 4 സെറ്റായിട്ടാണ് ചാപ്റ്റേഴ്സ് ക്രമീകരിച്ചിരുന്നത്. വിശ്വാസ പ്രമാണം, അതുപോലെ തന്നെ കർത്തൃപ്രാർത്ഥന, കൂദാശകൾ, കൽപ്പനകൾ. അതുപോലെ തന്നെ ആരാധനാക്രമത്തിന് ഒരു നിയതമായ പരിഷ്കരിച്ച രൂപം നൽകിയത് ചാൾസ് ബറോമിയയാണ്. തിരുക്കർമ്മം, ദേവാലയ സംഗീതം എന്നിവയിൽ തൻ്റേതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള സംഭാവനകൾ സഭയ്ക്ക് നൽകി. വിശുദ്ധരോടുള്ള മധ്യസ്ഥം പ്രത്യേകമായിട്ട് വേണമെന്നും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നുമുള്ള വലിയ പ്രബോധനങ്ങൾ സഭയിൽ ചാൾസ് ബറോമിയ നൽകി. ഈ വിശുദ്ധൻ്റെ കാലത്താണ് ദേവാലയങ്ങളിൽ 2 ഭാഗങ്ങളിലായിട്ട്, സ്ത്രീ പുരുഷ ഭാഗങ്ങളിലായിട്ട് തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊള്ളാനായിട്ട് നിൽക്കണം എന്നുള്ള ഒരു രീതി നിലവിൽ വന്നത്. ഭക്തിപൂർവം സെൻറ്ററിൽ ഒഴിച്ചിട്ടിട്ട് അപ്പുറത്തും ഇപ്പുറത്തും 2 ഭാഗത്തായിട്ട് നിൽക്കണം. കാരണം സെൻറ്ററിൽ കുർബാനയുടെ എല്ലാം നേരത്ത് സ്വർഗത്തിലെ ആത്മാക്കൾ, വിശുദ്ധാത്മാക്കളെല്ലാം സന്നിഹിതമായിരിക്കുന്ന ആ സമയമാണ്. അപ്പോൾ കൂടുതൽ ഭക്തിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പള്ളികളുടെ എല്ലാം ആർക്കിടെക്റ്റും അതെല്ലാം രൂപകൽപ്പന ചെയ്യുമ്പോൾ വേദപുസ്തകത്തിന് അടിസ്ഥാനമായിട്ട് മാത്രമേ ചെയ്യാവൂ എന്നും കർശനമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു. വളരെ ആത്മാർത്ഥമായിട്ട് നാട് മുഴുവൻ നടന്ന് സഭയിലും സമൂഹത്തിലും എല്ലാ നന്മകളും ചെയ്ത് ജനത്തെ മുഴുവൻ ദൈവത്തിലേക്ക് ഉയർത്തുക, സഭയെ മുഴുവൻ വളർത്തുക, എല്ലാ വ്യക്തികളെയും പുതുതലമുറയെ നന്നായി വളർത്തുക, അതുപോലെ തന്നെ പുതുതായിട്ട് പൗരോഹിത്യം സ്വീകരിക്കുന്നവർക്ക് പരിശീലനം നൽകുക, എല്ലാ വ്യക്തികളെയും യേശുവിൽ പ്രബുദ്ധരാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ചെയ്തു. തനിക്ക് ചെയ്യാവുന്നതിലധികം ചെയ്തു. ഇതിനിടയിലെല്ലാം രോഗത്തിൻ്റെ പീഡകൾ വിശുദ്ധ ചാൾസ് ബറോമിയയെ ബാധിക്കുന്നുണ്ട്. പനി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ വയറുവേദന വരുന്നു, ഡോക്ടറിനെ കാണിക്കുന്നു. പക്ഷേ
വലിയ കുഴപ്പമൊന്നുമില്ലാതെ വീണ്ടും സുഖപ്പെടുന്നു, മുന്നോട്ട് പോകുന്നു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ചാൾസ് ബറോമയ്ക്ക് മനസ്സിലായി, എനിക്ക് ക്ഷീണം കൂടി വരുന്നുണ്ട്, ഒരുപക്ഷെ എന്നെ തമ്പുരാൻ വിളിക്കുന്ന സമയം വരികയാണോ എന്ന് തോന്നുന്നു. അപ്പോൾ 46 വയസ്സേ ആകുന്നുള്ളൂ. നല്ല തീക്ഷ്ണമായിട്ട് പ്രവർത്തിക്കുന്ന കാലഘട്ടമാണ്. പക്ഷെ തോന്നുകയാണ് ദൈവം എന്നെ വിളിക്കുന്നു, എൻ്റെ ദൗത്യം ഇവിടെ തീരാറായി. ആ സമയങ്ങളിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി. തൻ്റെ റൂമിലെപ്പോഴും 3 രൂപങ്ങൾ, ചിത്രങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. ഗെത്സമനയിൽ പ്രാർത്ഥിക്കുന്ന ഈശോ, കുരിശിൽ തൂങ്ങപ്പെട്ട ഈശോയുടെ ഫോട്ടോ, അതുപോലെ തന്നെ ഈശോയുടെ കല്ലറയുടെ ഫോട്ടോ. അതിങ്ങനെ മുറിയിൽ എപ്പോഴും വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോയിൽ നോക്കി എപ്പോഴും പ്രാർത്ഥിക്കും. തൻ്റെ മരണത്തോട് താൻ അടുത്തു എന്ന് തനിക്ക് ആത്മാവിൽ അനുഭവപ്പെട്ടപ്പോൾ ചാക്കുടുത്ത് ചാരം പൂശി ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്നിട്ട് അനുതപിച്ചിട്ട് കുറേ നേരം പ്രാർത്ഥിച്ച് ഒരുങ്ങി. കുരിശിങ്ങനെ വിടാതെ മുറുകെ പിടിച്ചു. ആ വേദനകൾക്ക് ഒടുവിൽ തൻ്റെ ആത്മാവ് ദൈവവുമായിട്ട് യോജിച്ച് ഇരിക്കുന്ന ആ സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ തൻ്റെ ആത്മാവിനെ നിത്യസമ്മാനത്തിനായിട്ട് ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. 1584 നവംബർ 3 നിത്യസമ്മാനത്തിനായിട്ട് വിശുദ്ധ ചാൾസ് ബറോമിയ വിളിക്കപ്പെട്ടത്. ജനങ്ങൾക്കെല്ലാം അറിയും ഇതൊരു വിശുദ്ധനാണെന്ന്. മരിച്ചു കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം ഖബറിടത്തിലേക്ക് ഓടിക്കൂടാൻ തുടങ്ങി. ഇതൊരു വിശുദ്ധ വ്യക്തിയാണ്, നമ്മുടെ സഭയെ പടുത്തുയർത്തിയ വ്യക്തിയാണ്. അതുകൊണ്ട് 26 വർഷങ്ങൾക്ക് ശേഷം 1610 പോപ്പ് പോൾ 5 ചാൾസ് ബറോമിയയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. ഒത്തിരിയേറെ മേഖലകളിൽ ഒത്തിരിയേറെ ഗ്രന്ഥങ്ങൾ എഴുതിയ വ്യക്തിയാണ്. പുതിയ പുതിയ കാര്യങ്ങളെ ജനത്തിൻ്റെ സഭയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയ വ്യക്തിയാണ്. സഭയ്ക്ക് വേണ്ടി മാത്രം ചിന്തിച്ച, യേശുവിന് വേണ്ടി മാത്രം ചിന്തിച്ച വ്യക്തിയാണ്. ചാൾസ് ബറോമിയോ എന്നും നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്നു. കാരണം വിശ്വാസ പരിശീലനം എന്നും ഏത് തലമുറയിലും ഇന്നും എപ്പോഴും തുടർന്നു പോകുന്നു. സൺഡേ കാറ്റഗിസവും അതുപോലെ തന്നെ ഡെയിലി കാറ്റഗിസത്തിലും ക്രിസ്തീയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെല്ലാം ഡെയിലി കാറ്റഗിസം വേണമെന്നും പറഞ്ഞത് ചാൾസ് ബറോമിയോ തന്നെയാണ്. അപ്പം എല്ലാ വ്യക്തികളും ഈശോയിലുള്ള സജീവമായ അടിയുറച്ച വിശ്വാസത്തിൽ വളരുവാനായിട്ട് വിശുദ്ധ ചാൾസ് ബറോമിയോയുടെ മധ്യസ്ഥം സഹായിക്കട്ടെ. വിശുദ്ധ ചാൾസ് ബറോമിയോയെ പോലെ നമുക്കും ലഭിച്ച കഴിവുകളെല്ലാം ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ഉപയോഗിക്കാം. ഈ ലോകത്തിലെ ജീവിതത്തിനേക്കാൾ കൂടുതലായിട്ട്, ഈ ലോകത്തിലെ താൽക്കാലികമായിട്ടുള്ള സന്തോഷത്തേക്കാൾ കൂടുതൽ നിത്യമായിട്ടുള്ള വിലപ്പെട്ട ആ സ്വർഗീയ സമ്പത്തിനു വേണ്ടിയിട്ട് നമ്മുടെ അനുദിന ജീവിതത്തെ ക്രമീകരിക്കാം. വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമ്മുടെ എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധനെ പോലെ സ്നേഹത്തിലും വിശ്വാസത്തിലും നമുക്ക് വളരാം.